പെണ്ണുങ്ങള് ഡാൻസ്, നൃത്തം, ഭയങ്കരമായ ചാട്ടം, ഓട്ടം, അഴിഞ്ഞാടുകയാണ്. അവർക്കൊരു പ്രശ്നമല്ല. ഇതൊന്നും അല്ലാഹ് റസൂൽ ഇതൊന്നും ഇല്ല. ഇതല്ല അങ്ങനത്തെ ഒരു കാലം. ചെറുപ്പക്കാരും മദ്യവും ലഹരിയും കഞ്ചാവുമായിട്ട് അവനിങ്ങനെ വഴിതെറ്റി ഈ പെണ്ണുങ്ങളുടെ മുന്താണയും പിടിച്ചുകൊണ്ട് അവളുടെ പിറകെ പോകും. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ഒരു വിഭാഗമുണ്ടായാൽ എന്തായിരിക്കും നിങ്ങളുടെ അവസ്ഥ? ഇതൊന്നും അല്ലാതെ ഇതിനേക്കാൾ കടുപ്പം. അന്ന് ചെറിയ ഡാൻസേ ഉള്ളായിരുന്നു, ഇപ്പൊ ഭയങ്കര ഡാൻസാ. ഇനി മുണ്ടില്ലാതെ ഡാൻസ് ആടുന്ന ഒരു കാലം വരുമെന്ന്. അത് അതിനേക്കാൾ കടുപ്പം വരുമെന്ന് പറഞ്ഞതിന്റെ അർത്ഥം ഇത് ചെറുതല്ല വരാൻ പോകുന്നതെന്ന്. ഇനി വലുത് വരാൻ പോകുന്നേ ഉള്ളൂ. എന്നാ പറഞ്ഞത്? ഇന്നൊന്നും അല്ല പറഞ്ഞത്. ഈ ഓണത്തിന് മുമ്പൊന്നും പറഞ്ഞല്ല കേട്ടോ. 1000 വർഷങ്ങൾക്ക് മുമ്പ് ഞങ്ങൾ പറഞ്ഞാണ്. വർഷങ്ങൾക്ക് മുമ്പ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞാണ്. ടിക്ടോക്ക് ഒക്കെ കണ്ടുപിടിക്കുന്നതിന് മുമ്പേ നബി തങ്ങൾ പറഞ്ഞാണ്. നെറ്റൊക്കെ കണ്ടുപിടിക്കുന്നതിന് മുമ്പേ നബി തങ്ങൾ പറഞ്ഞാണ് ഇങ്ങനൊക്കെ സംഭവിക്കുമെന്ന്. അപ്പൊ ചിലർ ചോദിക്കും, ഇപ്പൊ ഇങ്ങനെ ആടി എന്നും പറഞ്ഞിപ്പോ എന്താ പ്രശ്നം? ഇപ്പൊ നമ്മളൊന്ന് തുള്ളിച്ചാടിയെന്ന് പറഞ്ഞപ്പോ എന്താ പ്രശ്നം? നമ്മളിങ്ങനെ ഇപ്പൊ ഒരു ഡിസ്കോ ഡാൻസ് കളിച്ചു എന്ന് പറഞ്ഞു, ഒരു ടിക്ടോക്ക് കളിച്ചു എന്ന് പറഞ്ഞു, ഇപ്പൊ എന്താ പ്രശ്നം? അങ്ങനെ ആയാലും എന്താ പ്രശ്നം? ഇങ്ങനെ ആയാലും എന്താ പ്രശ്നം? അങ്ങനെ ചോദിക്കും. ഒരു നന്മ പറയുമ്പോ അത് തിന്മയായിട്ട് കാണും, തിന്മ പറയുമ്പോൾ അതിനെ നന്മയായിട്ട് കാണും. അത് തന്നെ അടുത്ത ഹദീസ്. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വീണ്ടും പറയുകയാണ്, കൈഫ ബികും സഹാബ, എന്തായിരിക്കും നിങ്ങളുടെ അവസ്ഥ? ഇദാ റഅയ്തുമുൽ മുൻകറ മഅറൂഫാ വൽ മഅറൂഫ മുൻകറാ. മോശമായ കാര്യങ്ങൾ, തെറ്റായ കാര്യങ്ങൾ, വെറുക്കപ്പെട്ട കാര്യങ്ങൾ അത് നല്ലതാണെന്ന് ഒരു വിഭാഗം പറയുന്നത് നിങ്ങൾ കണ്ടാൽ, അതല്ല അല്ലാഹു നിഷിദ്ധമാക്കിയ കാര്യങ്ങൾ നല്ലതാണെന്നും നല്ല കാര്യം അത് തെറ്റാണെന്നും ഒരു വിഭാഗം പറയുന്നത് നിങ്ങൾ കണ്ടാൽ, അങ്ങനെ ഒരു കാലം വരുമോ പ്രവാചകരെ? ഖാലൂ യാ റസൂലല്ലാഹ്, സഹാബത്ത് ചോദിക്കുകയാണ്, ഇന്ന ഹാദാ ലകായിനുൻ, അങ്ങനെയൊക്കെ സംഭവിക്കുമോ നബിയേ? ഹലാലിനെ ഹറാം എന്ന് വാദിക്കുന്നവർ വരുമോ നബിയേ? ഹറാമിനെ ഹലാൽ എന്ന് വാദിക്കുന്നവർ വരുമോ നബിയേ? ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബിയുനാ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, നഅം വഅശദ്ദ മിൻഹു സഹാബ, ഇത് മാത്രമല്ല ഇതിനേക്കാൾ ഗുരുതരമായ അപകടകരമായ പ്രശ്നങ്ങൾ വരാനിരിക്കുന്നതേ ഉള്ളൂ സഹാബ. കമാ ഖാല റസൂലുള്ളാഹി. അപ്പൊ ഒരു പെണ്ണ് പാന്റ് ഇട്ടത് കൊണ്ട് എന്താ പ്രശ്നമെന്ന് ചോദിക്കുന്ന ഒരു കാലം വരും. വന്നില്ലേ? ഒരു ഡാൻസ് ആടി എന്ന് പറഞ്ഞ് എന്താ മുസ്ലിയാക്കന്മാർക്ക് എന്താ പ്രശ്നം എന്ന് ചോദിക്കുന്ന കാലം വരും. വന്നില്ലേ? മിണ്ടുന്നില്ല, ഇല്ലായിരിക്കും. എന്നാ പിന്നെ അങ്ങനെ പറ. വന്നു വന്നില്ല, കണ്ടു കണ്ടില്ല, കേട്ടു കേട്ടില്ല. എന്തെങ്കിലും ഒന്ന് പറ. നിങ്ങൾ പിന്നെ മിണ്ട. ഞാൻ മയ്യത്തിനോട് പ്രസംഗിക്കുകയല്ല, ഞാൻ ഹയ്യിനോടാ പ്രസംഗിക്കുന്നത്. ലിതുന്ദിറ മൻ കാന ഹയ്യ, ലിതുന്ദിറ മൻ കാന ഹയ്യ. ജീവിച്ചിരിക്കുന്നവർക്കാണ് ഈ ഉപദേശം. മരിച്ചവന്റെ മയ്യത്തിനടുക്കെ പോയിട്ട് ഖുർആനിൽ പറഞ്ഞാലും കേട്ടല്ല, അതിനനുസരിച്ച് മര്യാദയ്ക്ക് കവർണാത്ത് കടന്നോണം. അവിടെ ഡാൻസ് ആടാനും ഒപ്പന പാടാനും ചാടാൻ പറിക്കാനൊക്കെ പോയണ്ടല്ലോ, കൂത്ത് കിട്ടുന്നല്ലേ. അയാളുടെ തൊട്ട് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? അല്ലെ തുന്തിറ മൻകാന ഹയ്യ. യാസീൻ ഓതുമ്പോൾ ശ്രദ്ധിക്കണം ഈ ആയത്ത്. ജീവിച്ചിരിക്കുന്നവരോട് ഞാനീ പറയുന്നത്, ജീവിച്ചിരിക്കുന്ന നിങ്ങളോട്, എന്നോട് ഒരു വിരൽ നിങ്ങളോടും ബാക്കി 3 വിരൽ പ്രസംഗിക്കുന്ന ആളോടും. ഏറ്റവും കൂടുതൽ ഉത്തരവാദിത്വം നമ്മളാ വഹിക്കേണ്ടത്. അള്ളാഹുവിൻ്റെ തൗഫീഖ് തരട്ടെ, അള്ളാഹു അമൽ ചെയ്യാൻ തൗഫീഖ് തരട്ടെ, അള്ളാഹു അമൽ ചെയ്യാൻ തൗഫീഖ് തരട്ടെ. ബഹുമാനമുള്ള സഹോദരങ്ങളെ, ഗൗരവമായിട്ട് എടുക്കേണ്ട വിഷയങ്ങളാണ് കേട്ടോ. ഞാൻ ആരെയും കുറ്റം പറയല്ല, നമ്മളൊക്കെ മോശക്കാരാണ്, നമ്മളെല്ലാം തെറ്റുകാർ തന്നെയാണ്. പക്ഷെ നമുക്ക് സ്വർഗത്തിൽ പോകണ്ടേ? മരിക്കണ്ടേ? ഞാനതാ ചോദിക്കാം, നമുക്ക് മരിക്കണ്ടേ? മരിക്കാൻ ആഗ്രഹമില്ലാത്ത ഒരാൾ കൈപൊക്കെന്ന് പറഞ്ഞാൽ അല്ല, ആരെങ്കിലും പൊക്കുവോ? എനിക്ക് മരിക്കാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞാൽ നടക്കുന്ന എല്ലാ കാര്യങ്ങൾക്കും ഗ്യാരണ്ടി ഉണ്ട്. പക്ഷേ ഒരു മനുഷ്യൻ്റെ ആയുസ്സിന് ഗ്യാരണ്ടി ഇല്ല. ഉണ്ടോ? അത് അള്ളാഹ് കൊടുക്കാത്തതാണ്. നമ്മൾ 63-ാമത്തെ വയസ്സിലെ മരിക്കൂ എന്നൊരു തീരുമാനങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ 60 വയസ്സ് മൂലം നമുക്ക് ഈ ഭാഗത്ത് തുടങ്ങും. ഒരു 3 വർഷം അള്ളാഹുവിന് വേണ്ടി ഈ ഭാഗത്ത് തുടങ്ങും. അതാണ് നമ്മുടെ തർത്തീബ്. അതുകൊണ്ടാണ് അള്ളാഹു തആല അത് അറിയിക്കാത്തത്. നമ്മളെ അള്ളാഹു തആല മുസ്ലിമാക്കി അംഗീകരിച്ചു, ഹിദായത്ത് നൽകി അള്ളാഹു തആല നമ്മൾ ആദരിച്ചു.
നമ്മുടെ ഉത്തരവാദിത്തം എന്താണ്? അള്ളാഹുവും റസൂലും പഠിപ്പിച്ചു തന്നിട്ടുള്ള കുറെ മറഞ്ഞ കാര്യങ്ങളുണ്ട്, അതിൽ നീ വിശ്വസിക്കണം. ഇതാണ് ഇസ്ലാം. അലിഫ് ലാം മീം ദാലികൽ കിതാബ് ലാ റൈബ ഫീഹി ഹുദൽ ലിൽ മുത്തഖീൻ الذين يؤمنون بالغيب ويقيمون الصلاة ومما رزقناهم ينفقون. വളരെ പ്രധാനപ്പെട്ട 3 കാര്യങ്ങളാണ് അള്ളാഹുവിടെ പറഞ്ഞത്. നിങ്ങൾ അദൃശ്യത്തിൽ വിശ്വസിക്കുന്നവരാണോ, അവരാണ് യഥാർത്ഥ സത്യവിശ്വാസികൾ, അവരാണ് യഥാർത്ഥ മുസ്ലിമീങ്ങൾ. അല്ലദീന യുഅ്മിനൂന ബിൽ ഗൈബ്, നാളെ ആഖിറമുണ്ട്, പരലോകമുണ്ട്, പുനർജന്മമുണ്ട്, സിറാത്തുണ്ട്, മീസാനുണ്ട്, കിതാബുണ്ട്, ജന്നത്തുണ്ട്, നാറുണ്ട്. അള്ളാഹുവിനെ കാണലുണ്ട്, അവന്റെ സദ്യയുണ്ട്, അവന്റെ വിഭവങ്ങളുണ്ട്, അവന്റെ സ്വർഗത്തിലെ രസാനുഭൂതികളുണ്ട്, ഹബീബായ തങ്ങളുടെ മുറാഫഖത്തുണ്ട്, നബി തങ്ങളുടെ ഹൗലുണ്ട്, അവിടുത്തെ വെള്ളമുണ്ട്, അവിടുത്തെ ശഫാഅത്തുണ്ട്. ഇതെല്ലാം വിശ്വസിക്കണം. ഇത് വിശ്വസിക്കുന്നവനാണ് സത്യവിശ്വാസി. അല്ല മരിച്ചതോടുകൂടി എല്ലാം തീരുമെന്ന് വിശ്വസിക്കുന്നവൻ സത്യവിശ്വാസി അല്ല. പരലോകത്തിൽ എനിക്ക് വിശ്വാസമില്ല എന്നൊരാൾ പറഞ്ഞാൽ അവൻ മുസ്ലിമല്ല. മമ്മൂട്ടിയുടെ ഒരു ഫീച്ചർ ഞാൻ വായിച്ചതാണ്. മമ്മൂട്ടി അതിൽ പറയുന്നുണ്ട്, എനിക്ക് പരലോകത്തിൽ വിശ്വാസം ഇല്ലാന്ന്. പിന്നെ എന്തിനാ നിസ്കരിക്കുന്നതെന്ന് ചോദിച്ചു. അത് നമ്മുടെ ശരീരം ഒന്ന് പിടിച്ചു നിർത്താൻ വേണ്ടിയിട്ട് നിസ്കരിക്കുന്നതാണ്. അദ്ദേഹം പറഞ്ഞാണ്, ഇതൊരു TV-യിൽ പോലും അദ്ദേഹം അഭിമുഖത്തിൽ പറയുകയുണ്ടായി. അല്ലാണ്ട് ചില ആൾക്കാരൊക്കെ പറയൂ, അയാൾ എത്ര തിരക്കിലായാൾ സമയമാകുമ്പോൾ നിസ്കരിക്കാൻ പോകുന്നു. ഇതെന്താ ഇപ്പോൾ നിസ്കരിക്കാൻ പോയപ്പോൾ വലിയ കാര്യമാണ്? നമ്മളൊക്കെ വിചാരിക്കുന്നതിന് നിസ്കരിക്കാൻ അല്ല, നമ്മൾ നേരെ നമ്മുടെ നിസ്കാരം ശരിയാണോ ഇല്ലോ എന്നുള്ള ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? നമ്മുടെ നിസ്കാരം ശരിയാണോ എന്നുള്ളത്? നമ്മൾ അല്ലാഹു അക്ബർ എന്ന് കൈകെട്ടുമ്പോഴല്ലേ ആർക്കൊക്കെ പൈസ കൊടുക്കാനുണ്ട്, കിട്ടാനുണ്ട്, അവൻ്റെ കടയിൽ നിന്ന് എടുത്തില്ലല്ലോ, അവൻ്റെ കടയിൽ സാധനം കൊടുത്തില്ലല്ലോ, ആ താക്കോൽ അവിടെ ഇരിക്കുകയാണല്ലോ. ഇതൊക്കെ നമ്മൾ ചർച്ച ചെയ്യുന്നതും ചിന്തിക്കുന്നതും ഓർക്കുന്നതും അല്ലാഹു അക്ബർ എന്ന് കൈകെട്ടുമ്പോഴാണ്. പിന്നെ നമ്മുടെ നിസ്കാരം എവിടെ ശരിയാകുന്നു? മഹാന്മാരായ പണ്ഡിതന്മാർ 1000-ഓളം നിയമങ്ങള്, ഷർത്തുകൾ, നിബന്ധനകളാണ് നമ്മുടെ നമസ്കാരത്തിലുള്ളതെന്നാണ് പഠിപ്പിക്കുന്നത്. അതാരെങ്കിലും പാലിക്കുന്നുണ്ടോ? അതൊക്കെ പാലിച്ചിട്ടാണ് നമ്മൾ നമസ്കരിക്കുന്നത്. ഇതിന്റെ അവ്വൽ വഖത്തിലാണോ നമ്മൾ നിസ്കരിക്കുന്നത്? ജമാഅത്തായിട്ടാണോ നിസ്കരിക്കുന്നത്? നിസ്കാരം ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഒരു വാഹനം സർവീസ് ചെയ്യാൻ 10,000 കിലോമീറ്റർ ആകുമ്പോൾ സർവീസ് ചെയ്യണമെങ്കിൽ 10,000 സർവീസ് ചെയ്യണം. 15,000 കൊണ്ടിട്ട് സർവീസ് ചെയ്തിട്ട് കാര്യമില്ല. ഓരോന്നിനും ഓരോന്നിൻ്റെ സമയമുണ്ട്. ലോഹർ നിസ്കരിക്കാൻ ലോഹറിന്റെ സമയമുണ്ട്. അത് അസറിനോട് ചേർത്ത് നിസ്കരിക്കലല്ല വേണ്ടത്. അപ്പൊ നമസ്കാരത്തിന്റെ കാര്യം നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അവിടെയൊക്കെ പ്രശ്നങ്ങൾ തന്നെയാണ്. എല്ലാം പ്രശ്നങ്ങൾ തന്നെയാണ്. നമസ്കാരം എല്ലാം ക്ലിയർ ആണ്, ഇടപാട് ശരിയല്ല. പോയി നീ എത്ര തഹജ്ജുദ് നിസ്കരിച്ചിട്ടും കാര്യമില്ല. നിന്റെ ഇടപാട് ക്ലിയർ അല്ലയോ, നീ എത്ര തൗബ ചെയ്തിട്ടും കാര്യമില്ല. ഇടപാട് ക്ലിയർ അല്ലയോ, എത്ര ഉംറ ചെയ്തിട്ടും കാര്യമില്ല. ഇടപാട് ക്ലിയർ അല്ലയോ, എത്ര ഹജ്ജ് ചെയ്തിട്ടും കാര്യമില്ല. ഇതൊക്കെ ഹദീസും ഖുർആനും കൊണ്ട് സ്ഥിരപ്പെടുത്തി തരാം. പക്ഷെ നമുക്ക് ഇതിലൊന്നും വലിയ കാര്യമൊന്നുമില്ല, വിശ്വാസമൊന്നുമില്ല. അതാ ഞാൻ പറഞ്ഞത്, ആദ്യം വിശ്വസിക്കുക, അല്ലാഹ് ഉണ്ടെന്നും ആഖിറത്തുണ്ടെന്നും വിശ്വസിക്കുക. അങ്ങനെ ഒരു വിശ്വാസം എന്നെ അപേക്ഷിച്ചിടത്തോളം നമ്മുടെ മുസ്ലിങ്ങൾക്കിടയിൽ ഇല്ല. ചുമ്മാ പേരിന് എൻ്റെ വാപ്പ ഒരു മുസ്ലിമായിരുന്നു, അതുകൊണ്ട് ഞാനും മുസ്ലിമായി. അവരൊക്കെ ജുമാ നിസ്കരിക്കാൻ പോകുന്നു, ഞാനും ജുമാ നിസ്കരിക്കുന്നു. റമദാനെ ഞങ്ങൾ നോമ്പ് പിടിക്കുന്നു, അതുകൊണ്ട് ഞാനും നോമ്പ് പിടിക്കുന്നു. ഇതാണെന്നാ എനിക്കിപ്പോൾ മനസ്സിലാക്കുന്നത്. ഇന്ന് ഏറ്റവും കൂടുതൽ അധപ്പതിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ കൗമല്ലേ, ലഹരിയിൽ കൂടുതൽ നമ്മുടെ കൗമല്ലേ കുടുങ്ങിയിരിക്കുന്നത്. എന്താ ഇവനെ കുറിച്ച് പ്രചോദനം കൊടുക്കാത്തത് കൊണ്ട്? പരിശുദ്ധമായ ഖുർആൻ ഘട്ടം ഘട്ടമായിട്ടാണ് ഈ ലഹരി നിരോധിച്ചത്. ഒറ്റയടിക്കല്ല, സഡൻ ബ്രേക്ക് അടിക്കിടാൻ പാടില്ല. പതുക്കെ ഗിയർ ഡൗൺ ചെയ്ത് വേണം നമ്മൾ ബ്രേക്ക് പിടിക്കാൻ. എങ്കിൽ ബ്രേക്ക് പാഡ് തേയാതെ നിൽക്കും. അല്ലെങ്കിൽ ഒറ്റയടിക്ക് ചവിട്ടാൻ നിന്ന് കഴിഞ്ഞാൽ 10,000 കിലോമീറ്റർ ആകുമ്പോൾ ബ്രേക്ക് പാഡ് മാറ്റേണ്ടി വരും. പതുക്കെ ഗിയർ ഡൗൺ ചെയ്താൽ വളരെ ഉപകാരം. 50,000 വരെ കിലോമീറ്റർ കിട്ടും ബ്രേക്ക് പാഡ്. പരിശുദ്ധമായ ഇസ്ലാം ഘട്ടം ഘട്ടമായിട്ടാണ്, ആളുകളെ ബുദ്ധിമുട്ടിക്കാനല്ല, ഘട്ടം ഘട്ടമായിട്ടാണ് പരിശുദ്ധ ഇസ്ലാം മദ്യം നിരോധിച്ചത്. ഒറ്റയടിക്ക് നിരോധിച്ചിട്ടില്ല, 2-3 ഘട്ടങ്ങളായിട്ടാണ് നിരോധിച്ചത്. 2-3 ഘട്ടങ്ങളായിട്ടാണ് നിരോധിച്ചത്. ഇന്ന് നമ്മുടെ കൊച്ചു കുട്ടികൾ പോലും, പെൺകുട്ടികൾ പോലും ഇതിന് അടിമകളായി മാറിയില്ലേ? ഇതെന്താ ഇസ്ലാം പഠിപ്പിക്കാത്തത് കൊണ്ടാ? ഇത് തെറ്റാണെന്ന്
ഇസ്ലാം അല്ല, ഇത് ആരാ പഠിപ്പിച്ചത് ലോകത്ത് തെറ്റാണെന്ന്? ഇത് ഏറ്റവും വലിയ മാരകമായ ഒരു ഇടങ്ങേറ് പിടിച്ച ഒരു ഭക്ഷണമാണ്, ഒരു രോഗമാണ്, ഒരു വിപത്താണ്, ഒരു നാശമാണ് എന്ന് ആദ്യമായി പഠിപ്പിച്ച ഇസ്ലാമാണ് ലോകത്ത്. ബാക്കി മതങ്ങളൊക്കെ പരിശോധിച്ചാൽ ഒരു പക്ഷേ അവരുടെ ആരാധനയുടെ ഭാഗമായിട്ടെങ്കിലും ഇതൊക്കെ വീഞ്ഞും മറ്റേതൊക്കെ കഴിക്കാന്ന് വരെ പറയുന്നുണ്ട്. പക്ഷേ ഇസ്ലാം ഒരു നിലയ്ക്കും ലഹരിയുമായി ബന്ധപ്പെട്ട ഒരു കാര്യം, ആ ഭക്ഷണങ്ങൾ പോലും കഴിക്കാൻ നമ്മൾ പാടില്ല. സൂക്ഷ്മതയുള്ളവർ പ്ലംസ് കേക്ക് അതിൽ വീഞ്ഞൊഴിക്കുന്നുണ്ട്. വീഞ്ഞ് ഒഴിക്കുന്നത് കൊണ്ടാണ് അത് ദിവസങ്ങളോളം അങ്ങനെ ഇരിക്കുന്നത്. ഇല്ലെങ്കിൽ അങ്ങനെ ഇരിക്കൂല, പെട്ടെന്ന് കേടായി പോകും. തഖ്വയും ഈമാനും ഉള്ളവൻ അത് കഴിക്കാൻ പറ്റൂല. അത് കഴിക്കാൻ പറ്റും. എങ്ങനെ കഴിക്കും? ചില മഹാന്മാരായ പണ്ഡിതന്മാർ ഹോമിയോ മരുന്ന് കഴിക്കൂല. കാരണം 60% അതിനകത്ത് സ്പിരിറ്റ് ഉണ്ട്. ചില മഹാന്മാരായ പണ്ഡിതന്മാർ സാനിറ്റൈസർ ഉപയോഗിക്കൂല, അതിനകത്ത് സ്പിരിറ്റ് ഉണ്ട്. ചില മഹത്തുക്കൾ സ്പ്രേ അടിക്കൂല, അതിൽ സ്പിരിറ്റ് ഉണ്ട്, എഴുതിയിട്ടുണ്ട് അതിൽ സ്പിരിറ്റ്. അത്രയ്ക്ക് സൂക്ഷ്മതയുള്ളവരാണ്. പക്ഷെ നമ്മളതൊക്കെ ഉപയോഗിക്കും. സൂക്ഷ്മതയുള്ളവർ ഉപയോഗിക്കുകയില്ല. കാരണം എന്താ? അതിനെ പേടിക്കുന്നു. ഇതുവരെ ലഹരിയാകുമോ? നീ ഹോമിയോ മരുന്ന് ഹറാമാണോ എന്ന് ഞാൻ 10 വർക്കമല്ല. ഞാൻ ഈ അടുത്ത സമയത്ത് ഒരു ഉസ്താദിന്റെ അടുത്ത് ചോദിച്ചു, ബാക്കിയാത്ത് സ്വാലിഹാത്തിലെ പ്രിൻസിപ്പാൾ. അദ്ദേഹം പറഞ്ഞു, ഉസ്താദ് ഷുഗറാണ്, നമുക്ക് ഹോമിയോയിൽ നല്ല മരുന്നുണ്ടോ? ഞാൻ ഹോമിയോ എന്നാ സാപ്പിടാൻ മാട്ടേപ്പാ, അതിൽ സ്പിരിറ്റ് ഇരിക്കുന്നു പറഞ്ഞു. സ്പിരിറ്റ് ഞാൻ പറഞ്ഞു, അങ്ങനത്തെ സ്പിരിറ്റ് നിർവീര്യമാക്കി അത് നമുക്ക് അനുവദനീയമായ ചെറിയ സ്പിരിറ്റ് അല്ലയോ? കള്ള് എങ്ങനെ ഹലാലാവുന്നതെന്നാ ചോദിക്കുന്നത്. അല്ല തന്നെ എഴുതിയിട്ടുണ്ടല്ലോ, ആൽക്കഹോൾ 50% ഒന്നും ഇല്ലേ? ഹോമിയോ മരുന്ന് എഴുതിയിട്ടില്ലേ? മഹാന്മാരതൊക്കെ സൂക്ഷിക്കുന്നു. നമ്മളെ കൊണ്ട് പറ്റൂലപ്പാ. നമ്മൾ മരുന്ന് എന്ന നിയത്തിലാണ് കഴിക്കുന്നത്. മരുന്ന് എന്ന നിയത്തിലാണ് നമ്മളത് കഴിക്കുന്നത്. അപ്പൊ ബഹുമാനമുള്ള സഹോദരൻ, അത്രയും സൂക്ഷ്മത പാലിക്കാണ്. ഖുർആന്റെ പ്രഖ്യാപനമാണിത്, പാടില്ല എന്ന്. യാ അയ്യുഹല്ലദീന ആമനൂ ഇന്നമൽ ഖംറു വൽ മൈസിറു വൽ അൻസാബ് വൽ അസ്ലാം റിജ്സും മിൻ അമലി ശൈത്വാൻ റിജ്സും മിൻ അമലി ശൈത്വാൻ ഫജ്തനിബൂഹു ലഅല്ലകും തുഫ്ലിഹൂൻ. ഓ, എത്ര വലിയ വാക്ക്. മദ്യവും ചൂതാട്ടവും വർജിക്കണേ. നിങ്ങൾക്ക് രക്ഷ വേണമോ? നിങ്ങൾക്ക് വിജയം വേണമോ? മദ്യവും ചൂതാട്ടവും നിങ്ങൾ ഒഴിവാക്കാതെ ഒരിക്കലും നിങ്ങൾക്ക് വിജയം വരിക്കാൻ സാധ്യമല്ല. ഓണബമ്പർ 25 കോടി കിട്ടണേ എന്ന് കരുതിയിട്ട് 6.5 ലക്ഷത്തോളം ലോട്ടറി ടിക്കറ്റ് വിറ്റിട്ട് 333 കോടി രൂപ കരസ്ഥമാക്കിയെങ്കിൽ അതിൽ 25 കോടി രൂപ ഒരാൾക്ക് ബമ്പറടിച്ചു. പാവപ്പെട്ട ഒരു ഓട്ടോറിക്ഷ ഡ്രൈവറാണ്. പക്ഷെ അവന്റെ ഇന്നത്തെ വാക്കാണ്, എനിക്ക് കിടക്കപ്പൊറുതിയില്ല, എന്നെ രക്ഷപ്പെടുത്തണം, എനിക്ക് പേടിയാവുന്നു, ശത്രുക്കൾ അധികരിക്കുന്നു, എനിക്ക് സ്വസ്ഥമായി നടക്കാൻ കഴിയുന്നില്ല. 25 കോടിയിൽ 15 കോടിയേ കിട്ടുള്ളൂ. എനിക്ക് ഭയങ്കരമായ ശത്രുക്കൾ കൂടുന്നു. ഒരുപാട് പേര് സഹായം തേടി എൻ്റെ വീട്ടിലേക്ക് വരുന്നു. എനിക്ക് പല ഭീഷണികൾ വരുന്നു. തട്ടിക്കളയെന്ന് പറയുന്നു, കൊന്നുകളയെന്ന് പറയുന്നു. ചിരിച്ചുകൊണ്ടിരുന്ന മുഖം ഇപ്പം ഗൗരവത്തോടെയാണ് എൻ്റെ ഇപ്പോഴത്തെ മുഖം കാണുന്നത്. ചിരിച്ചോണ്ട് ഇങ്ങനെ പൊക്കി പിടിച്ചോണ്ട് 25 കോടി അവ എന്തൊക്കെയോ കണ്ടു. ഇപ്പം പുലിയെ കണ്ടതുപോലെ എൻ്റെ മുഖം എല്ലാം കൂടെ. പണം കൊണ്ട് എങ്ങനെയുണ്ട്? സമാധാനം ഉണ്ടോ? കഴിഞ്ഞ വർഷം ബമ്പർ അടിച്ചപ്പോൾ ഇപ്പോഴും പറയാ, ഞാൻ 3 പ്രാവശ്യം ടാക്സ് അടച്ച് എൻ്റെ കുടുംബം വിൽക്കേണ്ടി വന്നു. കഴിഞ്ഞ വർഷം ബമ്പർ അടിച്ചത്. ഇതെല്ലാം ന്യൂസ് എടുത്ത് വായിച്ചില്ലേ? ഇതൊക്കെ വായിക്കുന്നതല്ലാണ്. നമ്മൾ വിചാരിക്കും പൈസ കിട്ടുമ്പോൾ എല്ലാം അടിപൊളിയായ അളിയാ, രക്ഷപ്പെട്ടളിയാന്ന്. ബഹുമാനമുള്ള സഹോദര, സമ്പന്നന്മാര് സ്വസ്ഥമായിട്ട് 1 മിനിറ്റ് ഇരുന്ന് നമ്മളോടൊപ്പം സംസാരിക്കാൻ, സംവദിക്കാൻ അവർക്ക് സമയമുണ്ടോ? അവരല്ല നിയന്ത്രിക്കുന്നത്. ഫോൺ മറ്റൊരാളുടെ കയ്യിലാണ്. അടുത്തുള്ള പാറാവുകാരൻ തീരുമാനിക്കണം, സാർ ഇന്ന വെള്ളം കുടി, സാർ ഇയാൾ കൊടുക്കണം വെള്ളം, സാർ ഇന്ന് നമുക്കവിടെ വിശ്രമിക്കാം, സാർ ആ ശരി ഇവിടെ വിശ്രമിക്കാം, സാർ ഇന്ന് ഭാര്യ അടുത്ത് പോകണ്ട, സാർ ശരി ഇന്ന് പോകുന്നില്ല, സാർ. അവൻ തീരുമാനിക്കണം, അവന്റെ ഭാര്യ അടുത്ത് പോകണമെന്ന് അവനല്ല തീരുമാനം, കൂടെയുള്ളവർ. കാരണം പണം, ഇവന്റെ സംരക്ഷകരാണ് ഇവരെല്ലാവരും. ഇവര് പറയുന്നത് പോലെ സഞ്ചരിച്ചെങ്കിൽ ഇവന് പോകേണ്ട സ്ഥലത്ത് എത്തേണ്ട സ്ഥലത്ത് എത്താൻ പറ്റുള്ളൂ. ഇങ്ങനെ കുറെ പണം ഉണ്ടിട്ട് വല്ല വായതയുണ്ട്? ഒരു വാത് കേൾക്കാൻ പറയാൻ പറ്റുമോ? ഒരു തൈക്കാവ്യം നിസ്കരിക്കാൻ പറ്റുമോ?
2 കപ്പയും മത്തിക്കറിയും കഴിക്കാൻ പറ്റുമോ? സ്വസ്ഥമായിട്ടിരുന്നിട്ട് നമ്മളൊക്കെ ആ ചമ്മന്തി ഉടച്ചിട്ട് ആ മത്തിക്കറി ഉണക്കമീനൊക്കെ തിന്നാ മാഷാ അല്ലാഹ്, അതിൻ്റെ ഒരു ടേസ്റ്റ് ആർക്കെങ്കിലും തിന്നാൻ പറ്റുമോ? കരുനാപ്പള്ളി കൂടെ പോകുമ്പോൾ ഏതെങ്കിലും ഒരു കടയിൽ കയറി ഒരു അൽഫാം അടിക്കാൻ പറ്റുമോ? സ്വസ്ഥമായിട്ട് ഒരു കോഴിക്കാൽ തിന്നാൻ പറ്റുമോ? തിന്നുന്നതിന് മുമ്പ് എല്ലാവരും കയറി വരൂല്ലേ? ഉള്ളതും മരിച്ചിടാൻ പോവില്ലേ? ഹബീബെ, സ്വസ്ഥതയുണ്ടോ ഈ പണത്തിൻ്റെ പേരിൽ? സ്വസ്ഥതയുണ്ടോ? ചിന്തിച്ചു നോക്കൂ. അപ്പൊ നമ്മൾ ഈ മദ്യം കടിച്ചാലും ഇതൊക്കെ അല്ലാഹു തആല എന്തിനാ പറഞ്ഞ? ഈ ലോട്ടറി ഇത് നിഷിദ്ധമാണെന്ന് എന്തിനാ പറഞ്ഞത്? ഇന്നമാ യുരീദു ശൈത്വാനു അയ്യൂഖിഅ ബൈനകുമൽ അദാവതു വൽ ബഗ്ളാ. പിശാചിന്റെ പണിയാണിത് കേട്ടോ, പിശാചിന്റെ പണിയാണിത്. ആ പിശാചിന്റെ ജോലി നിങ്ങൾക്കിടയിൽ സത്യവും സാഹോദര്യവും സമത്വവും ഒക്കെ ഉണ്ടായ നിങ്ങൾക്കിടയിൽ ഇതങ്ങോട്ട് ഇറക്കി വിട്ടിട്ട് നിങ്ങളെ ഛിന്ന ഭിന്നമാക്കലാണ്, നിങ്ങളെ തമ്മിലടിപ്പിക്കലാണ്, നിങ്ങളെ ശത്രുക്കളാക്കലാണ്, ബദ്ധവൈരികളാക്കലാണ് പിശാചിന്റെ പണി. അതുകൊണ്ട് അല്ലാഹു പറയുന്നു ഫജ്തനിബൂ, ഇത് നിങ്ങൾ വർജിക്കണേ എങ്കിൽ ലഅല്ലകും തുഫ്ലിഹൂൻ, നിങ്ങൾക്ക് രക്ഷപ്പെടാൻ കേട്ടോ, നിങ്ങൾക്ക് സമാധാനത്തോടെ ജീവിക്കാം കേട്ടോ. ഇതൊക്കെ നേരത്തെ പറഞ്ഞാണ്. മദ്യം കഴിച്ചവന്റെ ലഹരി അടിച്ചവന്റെ വീട്ടിൽ സമാധാനമുണ്ടോ? സ്വസ്ഥതയുണ്ടോ? സമാധാനവും സ്വസ്ഥതയുണ്ടോ? മക്കൾക്ക് സ്വസ്ഥതയുണ്ടോ? വാപ്പാക്ക് സ്വസ്ഥതയുണ്ടോ? ഉമ്മാക്ക് സ്വസ്ഥതയുണ്ടോ? ഒന്നാലോചിച്ച് നോക്ക്. പണ്ടൊക്കെ നമ്മുടെ വാപ്പ നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ നമ്മൾ പതുക്കെ താമസിച്ചു പോയാൽ പേടിയാ, വിറച്ചു വരും. വാപ്പ ഇശാ നിസ്കരിച്ചു കഴിഞ്ഞ് പെട്ടെന്ന് വീട്ടിൽ വന്ന് സിറ്റ് ഔട്ടിന്റെ വാതിൽ ഇങ്ങനെ ഇരിക്കും. പണ്ടത്തെ കാരണവർമാർ മുറുക്കാനൊക്കെ മുറുക്കി വലിയൊരു തസ്ബീഹൊക്കെ എടുത്ത് പിടിച്ച് ആലത്തീഫൊക്കെ പറഞ്ഞിരിക്കുമ്പോൾ ഇവ ഇച്ചിരി എങ്ങാനും താമസിച്ചു പോയാൽ ഉമ്മായെ വിളിക്കും, ഉമ്മ വാപ്പ ഉണ്ടോ? വാപ്പ ഉണ്ടോ? വാപ്പ അവിടെ ഫ്രണ്ട് ഇരിപ്പുണ്ട്, നീ അവിടെ പോയിരുന്നു ഇത്ര നേരം. നീ ഒരു കാര്യം ചെയ്യും, നീ അപ്പുറത്ത് അവൻ്റെ അയ്യത്തൂടെ പുരടത്ത് കൂടെ കയറി ഇപ്പുറത്ത് വന്ന് എൻ്റെ അടുക്കളയുടെ വാതിൽ തുറന്നു അതിൽ കൂടെ കയറി മിണ്ടാതെ കയറി വാ. കുറേ നേരം കഴിയുമ്പോൾ മൂപ്പര ചോദിക്കും, ഷബീർ വന്നില്ലേ? ആ വിളി കേൾക്കുമ്പോൾ തന്നെ അല്ലാ പടച്ചവൻ, എന്താ ആ ഷബീർ വന്നില്ലേ? അവൻ എപ്പോഴും വന്ന് കിടപ്പുണ്ടല്ലോ. ഉമ്മ സപ്പോർട്ട്. ഈ മക്കളെ മൊത്തം പഴപ്പിക്കുന്ന ഉമ്മായ. വന്നിട്ടില്ല, ഒരു പുതപ്പെടുത്തവൻ കിടക്കുന്ന പോലെ അവിടെ കിടക്കുന്നു. ഇനി കിളവനങ്ങാണ് അവിടത്തോട്ട് കയറാൻ പോയാ അവിടെ വെള്ളം കിടക്കുന്നു. നിങ്ങൾ അവിടെ അങ്ങ് തെന്നി വിടാതെ മനുഷ്യ അവിടെ ഇരി. അവിടെ നേരത്തെ ഞാൻ കഞ്ഞിവെള്ളം കൊണ്ടുവന്നപ്പോൾ താഴെ വീണ് നിങ്ങളങ്ങനെ ഇനി ഞാൻ അങ്ങോട്ട്, അതെന്തിനാ നീ കഞ്ഞിവെള്ളം അങ്ങോട്ട് തുള്ളിട്ടെ? അത് തടയാണ്, അങ്ങോട്ട് പോകണ്ടെന്ന്. ചെറുക്കൻ വന്നിട്ടില്ല. രണ്ടാപ്പുറത്ത് കയ്യാൽ കയറിയാൽ വരാൻ പറ്റുള്ളതില്ലേ കൂടെ. എന്റെ വഴി തുറന്നു കൊടുക്കുന്ന ആരാ? പണ്ട് കാരണവരന്മാരുണ്ടപ്പം മക്കള് പേടിച്ചു. വാപ്പ ഉണ്ട്, അല്ലാ പേടിയാണ്. ഇന്ന് വാപ്പ ഇശാ നിസ്കരിച്ചിട്ട് കദിയ വിളിക്കും, കദിയ അവൻ വന്നോ? അവൻ ഉണ്ടോ? എന്തെന്നറിയോ? വാപ്പയ്ക്ക് നേരത്തെ കയറാൻ, വരുന്നതിന് മുമ്പ് വീട്ടിൽ കയറാൻ. ഇവൻ വരുന്നതിന് മുമ്പ് വീട്ടിൽ കയറണം, ഇല്ലെങ്കിൽ അവൻ മറ്റേ ഐറ്റം അടിച്ചോണ്ടാ വരുന്നത്. വാപ്പ ദിക്കറും ദുആ എല്ലാം കഴിഞ്ഞ് താമസിച്ച് വരുമ്പോൾ ഇത്ര നേരം ഇശാ നിസ്കരിച്ച് പള്ളിയെല്ലാം പൂട്ടിക്കൊണ്ട് പോയിട്ട് നാളെ മുതൽ കൃത്യസമയത്ത് കയറിയില്ലെങ്കിൽ റോഡിൽ കിടന്നോണം, അല്ലെങ്കിൽ പള്ളി പോയി കിടന്നോണം. പഠിച്ചോനെ, ഇന്നത്തെ കാലം അങ്ങനല്ലേ. പണ്ട് പിതാക്കന്മാരെ പേടിച്ചിരുന്നു, ഇന്ന് നമ്മൾ മക്കളെ പേടിക്കണം. ഇന്ന് മക്കളെ പേടിക്കണം. നമ്മൾ സ്വസ്ഥായിട്ട് വീട്ടിൽ ഉറങ്ങാൻ പറ്റൂല. ഞാൻ വാത് പറഞ്ഞ പല സ്ഥലത്ത് കരഞ്ഞോണ്ട് എൻ്റെ മുന്നിൽ വന്നിട്ട് വാപ്പമാര് പറഞ്ഞു, ഉസ്താദേ എൻ്റെ മകൻ വല്ലാത്ത കഷ്ടത്തില്ല, ലഹരിയിലാണ്, എന്നെ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തുന്നു, ഒന്ന് ദുആ ചെയ്യണം ഉസ്താദേ എന്ന്. എൻ്റെ പൊന്നു വാപ്പ, ദുആ ചെയ്തിട്ട് കാര്യമില്ല. ഉത്തരവാദിത്തം നിങ്ങളാണ്. എൻ്റെ പിഴപ്പിക്കേണ്ട മെയിൻ നമ്പർ 1 ഉസ്താദ് നിങ്ങളാണ്. മക്കളെ വളർത്തേണ്ട രീതി തുടക്കം മുതൽ വളർത്തിയെടുത്തിരുന്നെങ്കിലുണ്ടല്ലോ, വാപ്പായെ കണ്ടാലേ അവൻ പേടിക്കും. അവിടെ അവൻ മൂത്രം ഒഴിക്കും. അവിടെ വാപ്പായെ കണ്ടാൽ മതി. നമ്മൾ മാതാപിതാക്കൾ വപ്പം മക്കള് പൊന്ന് പൂക്കള് എൻ്റെ ചക്കര തങ്കക്കുടം എന്ന് പറഞ്ഞിട്ട് ഇല്ലാത്ത മുസീബത്ത് മൊത്തം വാങ്ങിക്കൊടുത്ത് അവനെ അങ്ങോട്ട് പൊക്കിയ കൈവെള്ളയിൽ വെച്ച് എന്ത് തോന്നിയാസം ചെയ്താലും മിണ്ടയില്ല. ഇത്രയും സ്വാതന്ത്ര്യം വെച്ച് കൊടുത്തില്ലേ വാപ്പ ഉമ്മ? ഇപ്പൊ അനുഭവിക്കുന്നത് ആര്? എന്നിട്ട് ഇപ്പോൾ ഉസ്താദന്മാരെ നമുക്കിവിടെ ചുമ്മാ ഇരിക്കാൻ വയ്യ. നമ്മൾ കാണാൻ ദുആ ചെയ്താൽ ഇവനെങ്ങനെ നന്നാവോ? ഇന്നത്തെ ആധുനിക കമ്പ്യൂട്ടറിൻ്റെ മോനാ ഇവനെങ്ങനെ നമ്മൾ ദ്വാര നന്നാവാ? നമ്മൾ ദ്വാരത്തിട്ട് നമ്മളെ നന്നാവാൻ കഴിയത്തില്ല, പിന്നെ ഇവനെങ്ങനെ നന്നാവാൻ പോവാ? എങ്ങനെ നന്നാവെന്ന് പറ, എന്ത് ചെയ്യാനാ?
അതുകൊണ്ടാണ് പരിശുദ്ധമായ ഖുർആൻ ഉമ്മയോടും ഉപ്പയോടും ഒരു ഉപദേശം നൽകുന്നു. യാ അയ്യുഹല്ലദീന ആമനൂ ഖൂ അൻഫുസകും വഅഹ്ലീകും നാറാ. ഏ ഉമ്മമാരെ, ഉപ്പമാരെ, നിങ്ങൾ നിങ്ങളുടെ മക്കളെയും നിങ്ങളെയും സൂക്ഷിക്കണേ, നരകത്തിൽ നിന്ന് സൂക്ഷിക്കണം കേട്ടോ. അയൽവക്കക്കാരന്റെ മക്കളെ സൂക്ഷിക്കണമെന്നല്ല അള്ളാന്റെ പ്രഖ്യാപനം, നാട്ടുകാരുടെ മക്കളെ സൂക്ഷിക്കണമെന്നല്ല അള്ളാന്റെ പ്രഖ്യാപനം. നമ്മുടെ ബീജത്തിൽ പിറന്ന നമ്മുടെ സന്തതി ഉണ്ടല്ലോ, അവരെ നിങ്ങൾ സൂക്ഷിക്കണേ, നരകത്തിൽ പോകാതെ നിങ്ങൾ സൂക്ഷിക്കണേ ഉപ്പമാരെ, ഉമ്മമാരെ. അതുകൊണ്ട് ചെറുപ്പം മുതല് തർബിയത്ത് കൊടുത്ത് വളർത്തേണ്ട ബാധ്യത ഉമ്മാടെ ഉപ്പാടെയും കൈകളിലാണ്. അവരുടെ കൈകളിൽ നിന്ന് മക്കൾ കുതറിപ്പോയാൽ പിന്നെ ഖേദിച്ചിട്ട് കാര്യമില്ല മക്കള്, പിന്നെ ഖേദിച്ചിട്ട് യാതൊരു പുണ്യവുമില്ല. അതുകൊണ്ട് തുടക്കത്തില് മക്കളെ എങ്ങനെ വളർത്തണമെന്ന് പരിശുദ്ധ പ്രവാചകൻ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. പ്രവാചകന്റെ പ്രകീർത്തനങ്ങളെല്ലാം തള്ളിക്കളഞ്ഞിട്ടാണ്, ആധുനിക സംവിധാനത്തെ അതിന് അടിമപ്പെട്ടിട്ടാണ് ഇന്ന് നമ്മുടെ മക്കളെ വളർത്തിയെടുക്കുന്നത്. അതിന്റെ പേരിൽ നമ്മുടെ മക്കൾ നമ്മളെ അനുസരിക്കാത്ത അഹങ്കാരികളായ മക്കളായി പോയി. ഇന്നത്തെ സാഹചര്യം അങ്ങനെയാണ്. അള്ളാഹു നമ്മുടെ മക്കളെ കാത്തുരക്ഷിക്കട്ടെ. നമ്മുടെ മക്കൾക്ക് വേണ്ടി എല്ലാ ദിവസവും ദുആ ചെയ്യാൻ നബി തങ്ങൾ പഠിപ്പിച്ചു. എത്ര വാപ്പായും ഉമ്മയും ദുആ ചെയ്യുന്നുണ്ട്? ജസ്റ്റ് ഒന്ന് ചോദിക്കാം. നമ്മുടെ ഇന്ന് ഹക്കായിട്ട് നിങ്ങൾ കൈപോക്കണം. ഞാൻ പറയുമ്പോൾ തൻ്റെ മക്കൾക്ക് വേണ്ടി ദുആ ചെയ്തവർ കൈപോക്കും, ഇല്ലാത്തൊരു പൊക്കരുത്. ഇത്രയും പേരിൽ കുറച്ച് പേര് പൊക്കി. അള്ളാഹു എല്ലാവരുടെയും മക്കളെ നന്നാക്കട്ടെ, എല്ലാവരുടെയും മക്കളെ നന്നാക്കട്ടെ. കാരണം എന്നറിയോ, നമുക്ക് ആ ശ്രദ്ധയില്ല, അതാണ് എൻ്റെ അർത്ഥം. ശ്രദ്ധയില്ല. ഒരിക്കലും അല്ലാഹു തട്ടിക്കളയുകയില്ല. അതിലൊന്ന് ദഅവത്തുൽ വാലിദി വലദിഹി, തന്റെ വാപ്പായും ഉമ്മായും മക്കൾക്ക് വേണ്ടി ചെയ്യുന്ന ദുആ അല്ലാഹു തട്ടിക്കളയുകയില്ല. നബിയുനാ റസൂലുള്ളാഹി. വാപ്പായും ഉമ്മയും മക്കൾ കൊണ്ട് ദുആ ചെയ്യണം. പ്രജനെ പിഴപ്പിക്കല്ല അല്ലാ, എന്റെ കുഞ്ഞിനെ പിഴപ്പിക്കല്ല അല്ലാ. ഉമ്മ കരയണം, വാപ്പ കരയണം. കഞ്ചാവടിച്ച് റോഡിൽ കിടന്നിട്ട് പോലീസുകാരൻ സ്റ്റേഷനിൽ കൊണ്ടുപോയിട്ട് വാപ്പയും ഉമ്മയും വിളിപ്പിച്ച് സ്റ്റേഷനിൽ വരുത്തുമ്പോ അന്നേരം കണ്ടിട്ടല്ല ഖേദിക്കേണ്ടത്, അവിടെ വീഴാൻ പോകുന്നതിന് മുമ്പേ വാപ്പയും ഉമ്മയും ഖേദിക്കണം, പറയണം, ദുആ ചെയ്യണം. എന്റെ മോനെ പിഴപ്പിക്കല്ലേ പടച്ചവനെ, എന്റെ മക്കളെ പിഴപ്പിക്കല്ലേ പടച്ചവനെ. അതിനാണ് ബഹുമാനപ്പെട്ട പണ്ഡിതന്മാർ, ഉലമാക്കൾ നമുക്ക് ചില ആയത്തുകൾ പഠിപ്പിച്ചു വരുന്നുണ്ട്. മക്കൾ പ്രായപൂർത്തി എത്തുന്നതിന് മുമ്പ് അവരുടെ വലത് കാതിൽ ഓതി കൊടുക്കണം. സൂറത്തു ആല ഇമ്രാനിലെ 36-ാമത്തെ ആയത്ത്, സൂറത്തുൽ ഇഖ്ലാസ്, സൂറത്തുൽ ഫലഖ്, സൂറത്തുൽ നാസ്. ഇത് 3 പ്രാവശ്യം വീതം പ്രായപൂർത്തി എത്തുന്നതിന് മുമ്പ് നമ്മുടെ കുട്ടിയുടെ വലത് കാതിൽ ഓതി കൊടുത്താൽ അവൻ പിഴയ്ക്കുകയില്ല എന്നാണ്. അതുകൊണ്ട് പ്രസവിച്ച ഉടനെ ഞാൻ കുഞ്ഞിന് അങ്ങനെ അത് കൊടുക്കണം, ഓതി കൊടുക്കണം. അത് إني أعيذها بك وذريتها من الشيطان الرجيم فتقبلها ربها بقبول حسن وأنبتها نباتا حسنا وكفلها زكريا كلما دخل عليها زكريا المحراب وجد عندها رزقا قال يا مريم أنى لك هذا قالت هو من عند الله إن الله يرزق من يشاء بغير حساب. കുഞ്ഞുങ്ങളുടെ കാതിൽ ഓതി കൊടുക്കണം, അവൻ വ്യഭിചരിക്കൂല എന്നാണ്. ഇതൊക്കെ നമ്മൾ ചെയ്യണം. നമ്മൾ ചെയ്യേണ്ടത് ചെയ്യാത്തതിന് എന്ത് ചെയ്യണം? എന്നിട്ട് എല്ലാ ദിവസവും വാപ്പ ഉമ്മ ദുആ ചെയ്യണം മക്കൾക്ക് വേണ്ടി. എല്ലാ ദിവസവും ദുആ ചെയ്യണം. റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയാതിനാ ഖുർറത അയുൻ. കൺകുളിർമയുള്ള മക്കളാക്കണേ അല്ലാ, ഞങ്ങളുടെ മക്കളെ കൺകുളിർമയുള്ള മക്കളാക്കണേ അല്ലാ. വജഅൽനാ ലിൽമുത്തഖീന ഇമാമാ, എന്റെ മക്കളെ കണ്ട് നാട്ടുകാര് പഠിക്കണേ അല്ലാ, നല്ല മക്കളെന്ന് നാട്ടുകാര് പറയണേ അല്ലാ. എന്റെ മക്കള് നല്ലവർക്ക് നേതൃത്വം കൊടുക്കുന്ന മകനാക്കി നീ മാറ്റണേ അല്ലാ.
ഖുർആനിൽ വരെ ദുആ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ആര് ചെയ്യുന്നുണ്ട് ഇത്? ഏതുമ്മ ചെയ്യുന്നു? മോൻ പിഴച്ചു, അവൻ ലഹരി, ഇവ ലഹരിയിൽ പോകാതിരിക്കാൻ ആര് ദുആ ചെയ്യുന്നു? ഉമ്മ കരയണം, പൊട്ടിക്കരയണം. കുഴിയിൽ വീണിട്ട് ഖേദിച്ചിട്ട് കാര്യമില്ല, അതിൽ വീഴുന്നതിന് മുമ്പ് നമ്മൾ ഖേദിക്കണം. അതിന് മുമ്പേ ദുആ ചെയ്യണം. ഇതിനാണ് ഭാര്യ ഭർത്തൃ ബന്ധം തുടങ്ങുമ്പോൾ തന്നെ ഈ പിശാചിൽ നിന്ന് എന്റെ കുഞ്ഞിനെ നീ സഹായിക്കണേ അല്ലാ എന്ന് ദുആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചത്. ഇതൊക്കെ നമ്മൾ ചെയ്യാതെ കുട്ടികളെ പഴിച്ചിട്ട് കാര്യമില്ല. എന്നിട്ട് നമ്മുടെ മക്കൾക്ക് കൊടുക്കേണ്ട ഭക്ഷണം ഹലാൽ കൊടുക്കണം. ഈ വാപ്പ് ഹലാൽ അല്ലാത്തത് കുറേ പണം എവിടുന്നെങ്കിലും പണം കിട്ടിയിട്ട് കാര്യമില്ല. പണം കൊണ്ടുവന്നിട്ട് ഹറാമിന്റെ അംശം ചേർത്തിട്ട് ഈ മക്കൾക്ക് കൊടുത്താൽ വല്ലാഹി ഈ മക്കൾ നന്നാവുകയില്ല. അവൻ പിഴച്ചേ പോവുള്ളൂ. നമുക്ക് കുറെ പണം ഉണ്ടാക്കിയിട്ട് കാര്യമില്ല ബീവേ. എന്തിനീ പണം? ഹറാമായ പണം, ആരാന്റെ പണം? ഇതൊക്കെ വാരി തിന്നിട്ട് തന്റെ മക്കളെ പഠിപ്പിക്കുകയാണ്. പലിശയ്ക്ക് പണം എടുത്തിട്ട് തന്റെ മക്കളെ പഠിപ്പിക്കുകയാണ്. പലിശയ്ക്ക് പണം എടുത്തിട്ട് തന്റെ മക്കളെ കെട്ടിച്ചു കൊടുക്കുമ്പോൾ കാർ കൊടുക്കുകയാണ്. പലിശയ്ക്ക് പണം കൊടുത്തിട്ട് തന്റെ മക്കളുടെ കല്യാണം ആഡംബരമായി നടത്തുകയാണ്. എന്നിട്ട് എന്ത് ദുആ? മണ്ണാങ്കട്ട ദുആ. ആര് കേൾക്കാൻ ഇത്? മൊയ്ലിയാർക്ക് 1000 രൂപ കിട്ടി. അയാളുടെ ദുആടെ കാഠിന്യം കൊണ്ട് നമ്മൾ ഈ മുഴുവൻ കടവും എടുത്ത് പലിശയ്ക്ക് പൈസ എടുത്തിട്ട് മോളെ കല്യാണം കഴിപ്പിച്ചിട്ട് CC ഇട്ട കാറിനകത്ത് കയറ്റിയിട്ടിട്ട് മോളെ പൊയ്ക്കോ മോളെ എന്ന് പറഞ്ഞാൽ ആ മോളുടെ വയറ്റിനകത്ത് ഉണ്ടാകാൻ പോകുന്ന കുട്ടിയും ഈ പലിശയുടെ അംശമാണ്. ചിന്തിച്ചിട്ടുണ്ടോ ആരേലും? ഹലാലാണെന്ന് ഏതെങ്കിലും ഉസ്താദ്മാർ ഫത്വ വന്നോ? തരുവായിരിക്കും. അതാ ഞാൻ നേരത്തെ ആദ്യം ഓതിയ ഹദീസ്. അങ്ങനെയും ഫത്വ കൊടുക്കുന്ന ഉസ്താദന്മാരുണ്ട്. കേട്ട് പഠിച്ചോ. എന്നെ കൊണ്ട് കിട്ടൂല, എന്നെ കൊണ്ട് അതിന് പറ്റിയില്ല. ഇല്ലെങ്കിൽ അതിനനുസരിച്ച് മതി. ഇഷ്ടംപോലെ ഓഫറുകൾ കിട്ടും. നിങ്ങൾക്ക് വീട് വെക്കണോ, കട എടുക്കണോ, ഓഫർ ഉണ്ട്, വാ ഇങ്ങോട്ട് വാ. ഓഫർ ഇഷ്ടംപോലെ ഓഫറാ. നമ്മളിത് ഓഫർ നോക്കിയിരിക്കുകയാണ്. എങ്ങനെ ഹലാൽ, എങ്ങനെ ഹറാം, എങ്ങനെ ഇത് മനസ്സിലാക്കും? നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, മനിഷ്തറാ സൗബം മിൻ ദിർഹമിൻ ഹലാൽ ഫദിർ മനിഷ്തറാ സൗബം മിൻ 10 ദറാഹിമ ഫദിർഹമുൻ ഹലാ ഫദിർഹമുൻ വാഹിദുൻ മിൻ ഹറാം ലം യഖ്ബലില്ലാഹു സർഫൻ വലാ കമാ ഖാല റസൂലുള്ളാഹി. ഒരാള് തന്റെ കുഞ്ഞുമോൾക്ക്, ഒരാള് തന്റെ പൊന്നുമോൾക്ക്, ഒരാള് തന്റെ പൊന്നുമോന് 10 ദിർഹം കൊടുത്തിട്ട് 100 രൂപ കൊടുത്ത് ഒരു വസ്ത്രം വാങ്ങി 90 രൂപയും ഹലാലിന്റെ പൈസയാ. 10 രൂപ ഹറാമിന്റെ പണമാണ്. അങ്ങനെ 100 രൂപ കൊടുത്ത് ഒരു കുഞ്ഞു ഉടയും വാങ്ങി തന്റെ കുട്ടിക്ക് കൊണ്ടുപോയി കൊടുക്കുകയുണ്ടായി. ആദരവായ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, ഏ ഉപ്പാ, ആ 10 രൂപ എന്ന ഹറാം കലർത്തി ആ കുഞ്ഞിന് നിങ്ങൾ ആ ഉടയാട വാങ്ങിക്കൊടുത്തതിന്റെ പേരിൽ നിങ്ങളുടെ ഫർളോ സുന്നത്തോ അല്ലാഹു സ്വീകരിക്കുകയേ ഇല്ല. പോയി ബാപ്പാന്റെ ഇത് വാങ്ങിക്കൊടുത്ത കാക്കാടെ ലം യഖ്ബല സർഫൻ വല അദ്ല. സുന്നത്തും സ്വീകരിക്കൂല, ഫർളും സ്വീകരിക്കൂല. എന്നാലോ ഭയങ്കര ഹദ്ദാദ്, ഭയങ്കര ദിക്ർ, ഭയങ്കര സ്വലാത്ത്, ഭയങ്കര തൽബിയത്ത്, ഭയങ്കര തസ്ബീഹ്, ഒരിട്ടകം. പോക്കറ്റ് ഇരിക്കുന്നതോ ഓണത്തിന്റെ ബമ്പർ. ഭയങ്കര ദിക്റാ. സ്വീകരിക്കുന്ന നിങ്ങൾ പറയും. നമ്മുടെ ദുആ ഒന്നും പോകുന്നില്ല, മുകളിലോട്ട് ഉയരുന്ന. ഹക്ക് വല്ലാഹി, ഈ ദുആ പോയിരുന്നെങ്കിൽ ഉണ്ടല്ലോ, ഒരു ശൈത്താനും നമ്മുടെ വീട്ടിലും കയറൂല, നമ്മുടെ ഓഫീസിലും വരൂല, നമ്മുടെ പള്ളിയിലും വരൂല, ഒരു ബുൾഡോസറും വരൂല, ഒരു കുന്തവും വരൂല. ദുആയുടെ ആയുധം നമ്മളിൽ നിന്ന് വിട്ടുപോയി. ബഹുമാനപ്പെട്ട സഹാബാക്കളൊക്കെ ദുആ ചെയ്തു, അപ്പോഴപ്പോഴേ കിട്ടി, മറുപടി കിട്ടിയിട്ടുണ്ട്. അപ്പോഴേ കിട്ടി. എങ്ങനെ നമ്മുടെ ദുആ സ്വീകരിക്കാനാ? തിന്നുന്നതിനകത്ത് ഹറാമ്, കൊടുക്കുന്നതിനകത്ത് ഹറാമ്, കൊടുക്കുന്നതിനകത്ത് ഹറാമ്. ഇതല്ലേ നമ്മുടെ അവസ്ഥ?